അവർക്കിപ്പം ഒരു പാട്ടില്ലാത്ത എന്നെ സങ്കല്പിക്കാൻ പോലും ചിലപ്പോൾ പറ്റുണ്ടാവില്ല. അത് എനിക്കും പറ്റില്ല. വളരെ ബോറ് ക്യാരക്ടറായിരിക്കും. പാട്ടില്ലാത്ത ഞാൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു പോലെ എന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് അടുപ്പിക്കുന്നത് ഒരു പക്ഷെ എന്റെ പാട്ടായിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ കൂടെ കൊളീഗ്സ് ഒക്കെ എന്നെ കാണുന്നത് ആ പാട്ടുകാരിയല്ലേ എന്നുള്ള ഒരു രീതിയിലാണ്. പാട്ട് പാടുന്ന സ്ഥലത്താണെങ്കിൽ ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ബാങ്കിൽ നിന്ന് ഒരുപാട് നല്ല സപ്പോർട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെങ്ങനെ ഓരോ പരിപാടികൾക്കും ഇങ്ങനെ പാട്ടുകളൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ അതെ. പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയിലും അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ പാടി ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് വരുമ്പോഴും നമ്മളിപ്പോ പാട്ടുകളൊക്കെ ഫംഗ്ഷൻസ് വരുമ്പോഴൊക്കെ ഒരു പ്രധാന ഗായിക. പിന്നെ അതേപോലെ ഞങ്ങളുടെ ഒരു ബാങ്കിങ് കമ്മ്യൂണിറ്റിയിൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ടാലന്റഡ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ആനുവലി ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ സംഘടിപ്പിക്കും. അത് കലയ്ക്ക് വേണ്ടി മാത്രം. അപ്പൊ ബാങ്കിങ് ഇല്ല. അതെ അതെ അതെ, എല്ലാവർക്കും അവരുടേതായ ടാലൻസ് എക്സിബിറ്റ് ചെയ്യാനും. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ അതിന്റെ ഗവേണിംഗ് ബോഡി അംഗമാണ് ഞാൻ. അതിന്റെ പരിപാടികൾ ഓർഗനൈസ് ചെയ്യാനും. ടൈം പാസും കൂടിയാണ്. അതെ അതെ അതെ.